സമാപന പ്രസംഗം നടത്തണമെന്ന് ഡോക്ടർ റൂബിൾ രാജ് പറഞ്ഞത് ഞാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും സമാപന പ്രസംഗമാണ് ഞാൻ 2 in 1 പറഞ്ഞത്. എന്തായാലും സംഗതി ഒന്ന് തന്നെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കാര്യമായി പ്രസംഗിക്കുന്നതിനുള്ള സാധ്യത ഞാൻ കാണാറില്ല. മാത്രവുമല്ല, ഞാൻ ഇവിടെ വന്നത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനിവിടെ വന്നത് നിങ്ങളുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ സാന്നിധ്യത്തെ ഞാനിവിടെ കാണുന്നത്. നിങ്ങളോടുകൂടി ആയിരിക്കുക, നിങ്ങളുടെ വിചാരങ്ങളും പങ്കുവയ്ക്കുക, ആശങ്കകളും പങ്കുവയ്ക്കുക എന്നുള്ളത് ഒരു അൽമായൻ എന്ന നിലയിൽ എൻ്റെ അവകാശവും ചുമതലയുമാണ്. വ്യത്യസ്തമായ ഒരു മേൽവിലാസം എനിക്കുണ്ട് എന്നുള്ളത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അൽമായ സുഹൃത്തുക്കൾ അറിയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നീണ്ട 12 വർഷക്കാലം 1976 മുതൽ 88 വരെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് എന്ന KCSL സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷന്റെ നാഷണൽ വൈസ് പ്രസിഡന്റായിരുന്നു 66-67 വർഷം. ന്യൂമാൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാത്തലിക് ഗ്രാജുവേറ്റ്സ് ആൻഡ് പ്രൊഫഷണൽസ് സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു 8 വർഷക്കാലം, 72 മുതൽ 80 വരെ. കോട്ടയത്തെ കാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ സ്ഥാപക ഡയറക്ടറും 10 വർഷം അതിന്റെ ഡയറക്ടറുമായിരുന്നു. കാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 4 വർഷക്കാലം, 70 മുതൽ 74 വരെ. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. കച്ചറമറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നത്. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു 72 മുതൽ 74 വരെ. പാക്സ് റൊമാനയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഏഷ്യൻ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു ഞാൻ 73 മുതൽ 75 വരെ. കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്നറിയപ്പെടുന്ന, അന്ന് നാഷണൽ അഡ്വൈസറി കൗൺസിൽ ടു ദ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ പാസ്റ്ററൽ കൗൺസിലിൽ 6 വർഷം ഞാൻ അംഗമായിരുന്നു, 79 മുതൽ 85 വരെ. അതിൽ 82 മുതൽ 85 വരെയുള്ള 3 വർഷക്കാലം ഈ നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ സെക്രട്ടറിയുമായിരുന്നു ഞാൻ. ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏക ആത്മായ. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യത എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സുപ്രീം കോടതി ജഡ്ജി ആയതുകൊണ്ടല്ല. അപ്പോ അൽമായ പ്രേക്ഷിത രംഗത്ത് ഇത്രയധികം ദീർഘകാലം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സഭയിൽ നിന്നും ഞാൻ മാറി നിന്നാൽ, അകന്നു നിന്നാൽ അതെന്നും എനിക്കൊരു വേദനിക്കുന്ന ഓർമ്മയായി അവശേഷിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. തീർച്ചയായും വിശ്വാസത്തിന് വേണ്ടി പലപ്പോഴും വലിയ വിലകൾ കൊടുക്കേണ്ടി വരും. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി വിലകൾ കൊടുക്കുമ്പോഴാണ് ആ വിശ്വാസത്തിന് കൂടുതൽ മൂല്യവും ധന്യതയും. എന്നാണ് പറഞ്ഞ് ഈ പത്രത്തിൽ ഇത് കണ്ട ഉടനെ ലോ മിനിസ്റ്റർക്ക് ഒരു കത്തെഴുതി ഈ വിധി പുനഃപരിശോധിക്കാൻ വേണ്ടി ഉടനെ അറിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. വിധിയിൽ എന്താ പറഞ്ഞതെന്ന് ഇവരൊന്നും ചോദിച്ചു. ഈ കേസ് ഉദ്ഭവിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡിൽ വക്കീലന്മാരെ കൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു പ്രത്യേക വകുപ്പ് എഴുതിച്ചത് 498A എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം തടയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് എഴുതി ചേർത്തൊരു വകുപ്പാണ് ക്രൂവൽറ്റി ടു വിമൻ. അതിന് പ്രത്യേക ശിക്ഷയുമാണ്. അപ്പോൾ ക്രൂവൽറ്റി എന്താണ് എന്ന് ആ വകുപ്പിൽ നിർവചിക്കുന്നുമുണ്ട്. ക്രൂവൽറ്റിക്കുള്ള ശിക്ഷത്തിന് പ്രത്യേകത എന്നാൽ മറ്റ് IPC മറ്റ് കുറ്റങ്ങൾ സാധാരണ ഇതൊന്നും ഒഴിക്കുക എന്ന് നിങ്ങൾക്കറിയാവുന്ന കുറ്റമാണെന്നില്ല. പക്ഷേ 498A പറയുന്ന ക്രൂവൽറ്റി, ആ കുറ്റത്തിനുള്ള കുഴപ്പം ജാമ്യം കിട്ടത്തില്ല, നോൺ പെയിലബിൾ ഒഫൻസാണ്, കോമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 3 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുക, അങ്ങനെയുള്ള ഒരു പ്രത്യേക വകുപ്പാണ്. ഇതിനകത്ത് തന്നെ പറയുന്നത് എങ്ങനെയുള്ള ക്രൂരത കാര്യങ്ങളാണ് ക്രൂവൽറ്റിയിൽ വരുന്നതെന്ന്. ഒന്ന്,
ഡിമാൻഡ് ഓഫ് ഡൗറിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പീഡനങ്ങൾ. 2, ഈ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കോണ്ടന്റ്. ഇത് രണ്ടും ആണ് ഈ ക്രൂവൽറ്റിയിൽ വരുന്നതാണ്. ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിയമ്മ അവരുടെ മകളുടെ 3 സൂട്ട് ഡ്രസ്സ് എനിക്ക് എടുത്ത് ധരിക്കാൻ തന്നു. അതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം, നീ ഇങ്ങനെയൊക്കെ പോയാൽ എൻ്റെ മകന് നിന്നെ ഡൈവോഴ്സ് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ആരോപണം, ഷീ കിക്ക്ഡ് മീ വിത്ത് ലെഗ്, കാലുകൊണ്ട് എന്നെ തൊഴിച്ചു. ഈ 3 ആരോപണങ്ങളും സെക്ഷൻ 498 എന്ന് പറയുന്ന ക്രൂവൽറ്റി വരുന്നതല്ല. കാരണം അത് ഡൗറി ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീഡനമല്ല. 2, സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കോണ്ടാക്ട് ഇല്ല, അപ്പോൾ ക്രൂവൽറ്റി ഇല്ല. അപ്പോൾ ഈ ജഡ്ജ്മെന്റിലെ കാതലായ വാചകം എന്ന് പറയുന്നത് ഒറ്റ വാചകമേ ഉള്ളൂ. ആ ഒരു വാചകമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. വാചകം ഇതാണ്: ദി അലജഡ് കോണ്ടക്ട് ഓഫ് ദി മദർ-ഇൻ-ലോ in kicking the complainant will not constitute an offence under section 498A of IPC, though it may constitute some other offence. It may constitute some other offence, but not an offence under 498A. കേരളത്തിലെ ഒരു മന്ത്രി രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണത്തിലെ മുഹൂർത്തങ്ങൾ മറ്റു പറഞ്ഞൊരു ക്യാപ്ഷനിലാണ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാന വാചകം ഇതാണ്: രാമനില്ലെങ്കിൽ സീതയില്ല, സീതയില്ലെങ്കിൽ രാമനില്ല, രാമനും സീതയും ഇല്ലെങ്കിൽ രാമായണമില്ല, രാമായണം സീതായനം കൂടിയാണ്. രാമനില്ലെങ്കിൽ സീതയില്ല, സീതയില്ലെങ്കിൽ രാമനില്ല, സീതയും രാമനും ഇല്ലെങ്കിൽ രാമായണമില്ല, രാമായണം സീതായനം കൂടിയാണ്. ഇതിപ്പോ ഞാൻ ഓർമ്മിക്കാൻ കാരണം, ഹൈറാർക്കി ഇല്ലെങ്കിൽ അൽമായരില്ല, അൽമായരില്ലെങ്കിൽ ഹൈറാർക്കി ഇല്ല, അൽമായരും ഹൈറാർക്കിയും ഇല്ലെങ്കിൽ സഭയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹൈറാർക്കി ഇല്ലെങ്കിൽ അൽമായരില്ല, അൽമായരില്ലെങ്കിൽ ഹൈറാർക്കി ഇല്ല, അൽമായരും ഹൈറാർക്കിയും ഇല്ലെങ്കിൽ സഭയും ഇല്ല. ഇത് നമ്മൾ എല്ലാ കൂട്ടരും ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. സ്വന്തം മതത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാകുന്നത് പോലെ തന്നെ അന്യമതങ്ങളെ ആദരിക്കുന്നതിനും അവയുടെ നല്ല മൂല്യങ്ങളെ സ്വാംശീകരിക്കുന്നതിനുമുള്ള വിശാല മനസ്കത കൂടി ഓരോ മതാനുയായിക്കും. അവൻ ഞാൻ ക്രൈസ്തവരെ മാത്രം ഉദ്ദേശിച്ചല്ല, നേരെ എല്ലാ മതങ്ങളും ഉദ്ദേശിച്ച പറയുന്നത്. ഒരു മതവിശ്വാസ യഥാർത്ഥ മതാനുയായിക്ക് അന്യമതങ്ങളെ ആദരിക്കുന്നതിനും അതിലെ നല്ല മൂല്യങ്ങളെ നല്ല ആശയങ്ങളെ സ്വാംശീകരിക്കുന്നതിനുള്ള സന്മനസ് അല്ലെങ്കിൽ ഹൃദയത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതും ചുറ്റും കാണുന്നത് വെച്ച് ഞാൻ പറയുകയാണ്, സഭയുടെ ശക്തി എന്ന് പറയുന്നത് സഭയുടെ സമ്പത്തല്ല, നമ്മുടെ വിശ്വാസികളുടെ ചൈതന്യം. ഈ ചൈതന്യം നഷ്ടപ്പെടുത്തിയിട്ടുള്ള സമ്പാദ്യം അല്ലെ സമ്പത്തിന്റെ സമ്പാദ്യം ഒരിക്കലും സഭയെ ശക്തിപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും വിശ്വാസ ചൈതന്യത്തിന്റെ ഒരു കോട്ടം കിട്ടാതിരിക്കട്ടെ, ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളാനും നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ. സമ്പത്തിനെ കുറിച്ച് അധികം വേവലാതിപ്പെടാതിരിക്കട്ടെ. അത് അൽമായരാണെങ്കിലും വൈദികരാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും സഭാ സ്ഥാപനങ്ങളാണെങ്കിലും ഇത് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ആയിരിക്കണം, മാതൃകയായിരിക്കണം. നമ്മുടെ ശക്തി സമ്പത്തല്ല, നമ്മുടെ ശക്തി വിശ്വാസത്തിന്റെ ചൈതന്യമാണ്. ആ ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ട് 2030 നടന്നെടുക്കുന്നതിന് നമ്മളെ എല്ലാവരെയും നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.